സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളങ്ങൾ എന്താ? സ്വാലിഹത്തായ ഭാര്യ എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും രാത്രി 100 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുന്ന പെണ്ണെന്നാവും, അല്ലെങ്കിൽ സുബഹിയുടെ മുമ്പെഴുന്നേറ്റ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പെണ്ണ് എന്നാകും പുണ്യ നബി വിശകലനം ചെയ്തതെന്നാകും നമ്മൾ വിചാരിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ, കുടുംബത്തിന്റെ ആദ്യ ശിലകളെ കുറിച്ച് പഠിപ്പിച്ച പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം പുണ്യ നബി എണ്ണുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തുതിഉഹു ഇദാ അമറഹാ, ഭർത്താവ് കൽപ്പിച്ചാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന പെണ്ണാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്കണം, ഒന്നാമത്തെ അടയാളം എണ്ണിയത് തുതിഉഹു ഇദാ അമറഹാ, ഭർത്താവ് കൽപ്പിച്ചാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന പെണ്ണാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയുള്ള കുടുംബത്തിലെ സമാധാനമുണ്ടാകൂ, അങ്ങനെയുള്ള കുടുംബത്തിലെ അനുസരണയുള്ള മക്കൾ ഉണ്ടാവുകയുള്ളൂ. ഞാൻ കേവലം ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളോട് വിശദീകരിച്ചോട്ടെ. ഇന്നലെ ഉണ്ടായ അനുഭവം, വീട്ടിനകത്ത് ഭയങ്കര കോലാഹലം, അടിയും പിടിയുമായി. വീട്ടിൽ വെളിയിൽ നിന്നുള്ള ആളുകൾ വീട്ടിലേക്ക് ഓടി വന്ന് നോക്കുമ്പോ നടക്കുന്നത് എന്താ? നടക്കുന്നത് പുറമേ നിന്ന് വന്ന ആളുകൾ കേൾക്കുന്നത് വീട്ടിലെ തന്റെ പിതാവിനെ 16 വയസ്സുള്ള കുഞ്ഞുമോൻ ചീത്ത വിളിക്കുകയാണ്. ചീത്ത വിളിക്കുന്നു. എന്താ കാരണം? പാപ്പ ഇവനെ അടിച്ചതാണ്. ഇവനിൽ കണ്ട ഒരു മര്യാദക്കേട് പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചപ്പോ പിതാവ് അവനെ താൻ ശ്രമിച്ചപ്പോ അവൻ പിതാവിന് നേരെ കയർക്കാൻ തുടങ്ങി. കയർത്തപ്പോ പിതാവ് അവനെ അടിച്ചവൻ പിതാവിനെ ചീത്ത വിളിക്കാൻ വാക്കുപോലും ഇവിടുന്ന് പറയാൻ പറ്റില്ല, അത്ര മോശമായിട്ടാ ചീത്ത വിളിച്ചത്. ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഞാൻ ആ വിഷയം പറഞ്ഞ ആളോട് ചോദിച്ചു, എന്നിട്ട് ഇവൻ ഈ വാപ്പയെ ചീത്ത വിളിക്കുമ്പോ ഭാര്യ അടുത്തുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ, മക്കൾ വാപ്പയെ ചീത്ത വിളിക്കാൻ ധൈര്യം കാണിച്ചത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഭാര്യയുടെ സ്വഭാവം കണ്ട മകൻ ഇത് പഠിച്ചതെന്നാണ്. കാരണം ഭാര്യയാളെ ചീത്ത വിളിക്കാറുണ്ട്. മക്കളുടെ മുമ്പിൽ വെച്ച് നല്ലപോലെ ശ്രദ്ധിക്കണം. മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യ ഭർത്താവിനെ ചീത്ത വിളിച്ചപ്പോൾ മക്കളുടെ കൽബിൽ നിന്ന് വാപ്പയെ കുറിച്ചുള്ള ബഹുമാനം ചോർന്നുപോയി. ഉമ്മയാണ് ഉപ്പയെ ചീത്ത വിളിക്കുന്ന പദങ്ങൾ ഉമ്മയിൽ നിന്നാ മകൻ പഠിച്ചത്. നല്ലപോലെ ആലോചിക്കണം. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു പെണ്ണിൽ നിന്നല്ലാതെ സമാധാനപൂർണമായ കുടുംബമുണ്ടാവുകയില്ലെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുരുഷൻ ശ്രദ്ധിക്കണം, തന്റെ ഭാര്യ സ്വാലിഹത്താവാൻ ശ്രദ്ധിക്കണേ. സ്വാലിഹത്തിന്റെ ഒന്നാമത്തെ അടയാളം തുതിഉഹു ഇദാ അമറഹാ, ഭർത്താവ് കൽപ്പിച്ചാൽ അക്ഷരം പ്രതി അനുസരിക്കുന്നവളാണവൾ. രണ്ടാമത്തതോ ശ്രദ്ധിച്ചോളൂ, പുണ്യ നബി പറഞ്ഞു, രണ്ടാമത്തെ അടയാളം സല്ലല്ലാഹു അലൈഹി വസല്ലം തസുറുഹു ഇദാ നദറ ഇലൈഹാ, ഭർത്താവ് തന്നെ നോക്കുമ്പോൾ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണവൾ. സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളം ഭർത്താവ് നോക്കുമ്പോൾ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണവൾ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. മനഃശാസ്ത്രം ഇപ്പൊ പറയുന്നുണ്ട്, മനഃശാസ്ത്രം ഏറ്റവും പുതിയ പഠനം എന്താ മനഃശാസ്ത്രം പറയുന്നത്? എല്ലാ കുടുംബത്തോടും പറയുകയാണ്, കുടുംബത്തിലെ സ്ത്രീയും പുരുഷനും എല്ലാ ദിവസവും ഒരു സമയം, ഒരു 5 മിനിറ്റ് സമയമെങ്കിലും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ സമയം കണ്ടെത്തണം. എന്നാൽ കുടുംബത്തിലെ ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ അടയാളം പറഞ്ഞത് തസുറുഹു ഇദാ നദറ ഇലൈഹാ, ഭർത്താവ് തന്നെ നോക്കുമ്പോൾ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണവൾ. മൂന്നാമത്തെ കാര്യം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ഫളുഹു ഫീ നഫ്സിഹാ വമാലിഹി വവലദിഹി, തഹ്ഫളുഹു ഭാര്യ സംരക്ഷിക്കുന്നു, ഫീ നഫ്സിഹാ തന്റെ സ്വന്തം ശരീരത്തെ,
വമാലിഹി ഭർത്താവിന്റെ സ്വത്തും വലദിഹി ഭർത്താവിന്റെ മക്കളെയും ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ശരീരവും ഭർത്താവിന്റെ മക്കളെയും ഭർത്താവിന്റെ സമ്പത്തും സംരക്ഷിക്കാനും കഴിയുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 സ്വഭാവ ഗുണങ്ങൾ എണ്ണി പഠിപ്പിച്ചുകൊണ്ട് പുണ്യനബി പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോഴേ നല്ല കുടുംബമാകണമെന്ന് താല്പര്യമുണ്ടോ? ഈ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, വലിയ സമ്പന്നനാണ് ഒരു നാട്ടിലെ വലിയ സമ്പന്നനാണ്. അയാൾ എടുത്തു പൊക്കിയിരിക്കുന്ന വീട് 2 കോടിയുടെ വീട്. അയാളുടെ വാഹനം 85 ലക്ഷത്തിന്റെ വാഹനം. ഭാര്യയും ഭർത്താവും 2 പേരും വാഹനത്തിലൂടെ യാത്ര ചെയ്യുന്നു. പുറമെ നിന്ന് കാണുന്ന ആളുകൾ അസൂയപ്പെട്ടു പോകും. ടൗണിന്റെ ഹൃദയത്തിലുള്ള സ്ഥലം, വിശാലമായ സ്ഥലം, ആ കോമ്പൗണ്ടിൽ 2 കോടിയുടെ വീട്, 85 ലക്ഷത്തിന്റെ വണ്ടി, ഭാര്യയും ഭർത്താവും സഞ്ചരിക്കുന്നു. പക്ഷേ 2 പേരുടെയും മനസ്സിനകത്ത് തീയരിയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കുടുംബജീവിതത്തിൽ എന്തർത്ഥം എന്റെ പ്രിയമുള്ള സഹോദര? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നന്നല്ല. അവരെ 2 പേരുടെയും ഖൽബിന്റെ അകത്തളങ്ങൾ തീയരിയുകയാണ്. സമാധാനപൂർണമായ ജീവിതമല്ല. ഞാൻ ചോദിക്കട്ടെ, ഭൂമിയിൽ എന്ത് സൗകര്യമുണ്ടായിട്ട് എന്താ കാര്യം? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. കുടുംബത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം പഠിപ്പിക്കുന്നത് എന്താ? ഖുർആൻ, വിശുദ്ധ ഖുർആൻ ശ്രദ്ധിക്കൂ നിങ്ങൾ. ആയാതിഹി അന ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അല്ലാഹു ഇണകളെ സൃഷ്ടിച്ചു തന്നത് ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കുവാൻ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മാസത്തിലൊരിക്കലാ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോവാ, വീട്ടിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവലാണോ? സമാധാനം കുറഞ്ഞു പോകലാണോ? നല്ലോ ശ്രദ്ധിക്കണം. ലിതസ്കുനൂ ഇലൈഹാ, കുടുംബജീവിതത്തിന്റെ അടിത്തറ തന്നെ സമാധാനമാണെന്ന് വിശുദ്ധ ഖുർആൻ. ആ സമാധാനം ലഭിക്കേണ്ടത് എവിടെ നിന്നാണ്? ലിതസ്കുനൂ ഇലൈഹാ. സക്കന എന്ന് പറഞ്ഞ ഖുർആൻ പദത്തിന്റെ അർത്ഥം പറയും. സക്കന എന്ന് പറഞ്ഞാൽ അടങ്ങി എന്നാണ്. ഈ ബോട്ടിലേക്ക് ശ്രദ്ധിക്കൂ നിങ്ങൾ. ഈ ബോട്ടിലെ വെള്ളം ഇപ്പോ ഒരല്പം പോലും ചാഞ്ചാടുന്നില്ല. അപ്പൊ അത് സക്കന എന്നതിനെ കുറിച്ച് നോക്കൂ. ഞാൻ എടുത്തപ്പോ ഇപ്പോ ഞാനിത് കയ്യിൽ പിടിക്കുകയാണ്. പക്ഷെ ഇത് സാക്കിനല്ല, ഇത് ചെറിയ ചലനമുണ്ട്. ലിതസ്കുനൂ ഇലൈഹാ, ഖുർആന്റെ പദപ്രയോഗം നോക്കണം നിങ്ങൾ. ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ എന്തിനാണ് ഒരു ഭാര്യയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവളുടെ അടുത്തെത്തിയാൽ നിങ്ങൾക്ക് സക്കൻ കിട്ടും, നിങ്ങളുടെ മനസ്സ് ശാന്തമാവും. ഖുർആന്റെ പ്രയോഗം. കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നമ്മുടെ ഭാര്യമാരുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകലാണോ ഇളകി വശാവലാണോ? പലപ്പോഴും പറയാറില്ലേ, ഈ ആഴ്ച ഞാൻ പോവില്ല, അടുത്ത ആഴ്ച പോകും. എന്താ? കുടുങ്ങിയിട്ട് പോവാ. പല ആളുകളും കുടുങ്ങിയിട്ടാ പോണത്. എന്താ അർത്ഥം? കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനും കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ശ്രദ്ധിച്ചില്ല. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനോട് എന്നോട് പറഞ്ഞു, എനിക്ക് 12 ലക്ഷത്തിന്റെ ഇന്നോവയാണ് സ്ത്രീധനായിട്ട് കിട്ടിയത്. അപ്പൊ വേറൊരുത്തൻ പറഞ്ഞു, ഉസ്താദേ, ഓനാ ബന്ധം തുടർന്നു പോകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചെന്താ? ഒരിക്കലും സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞു, എന്താടാ ഇന്നോവൊക്കെ കിട്ടിയില്ലേ, ഇനിയിപ്പോ ഞാൻ വേറെ കല്യാണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഓളാടന്നോട്ടെ സ്റ്റെപ്പിനായിട്ട്, ഓളെ കാണാൻ അത്ര ചുരുക്കൊന്നുമില്ല എന്ന് അവൻ പറഞ്ഞു. ചുരുക്കില്ലാത്തതുകൊണ്ട് പിന്നെ എന്തിനോട് നീ കിട്ടിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ കുറച്ച് സ്വത്ത് മോഹിച്ച് കിട്ടിയതാണ്, ഞാൻ അല്പം സ്വത്ത് മോഹിച്ച് കിട്ടിയതാണ്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ആദ്യ പടിയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, ജീവിതം മുഴുവൻ നമ്മൾ കരയേണ്ടി വരും.